ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓറഞ്ച് ഉപയോഗിച്ച് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഓറഞ്ച് കൊണ്ടുള്ള അച്ചാറാണെങ്കിലും ഇത് എരിവുള്ള ടേസ്റ്റാണ്, മധുരമുള്ളതല്ല. ഇത് നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. 1 വർഷം വരെ കേടാവാതെ സൂക്ഷിച്ചു വെക്കാനും കഴിയും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ അച്ചാർ റെഡിയാക്കി എടുക്കുമ്പോൾ സെയിം റെസിപ്പി ആണെങ്കിലും മറ്റുള്ള അച്ചാർ റെഡിയാക്കുന്ന പോലെ ഇത് റെഡിയാക്കി എടുക്കരുത്. അങ്ങനെ റെഡിയാക്കി എടുത്താൽ ഓറഞ്ചിൻ്റെ യഥാർത്ഥ സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത 4 ഓറഞ്ച് എടുക്കുന്നുണ്ട്. ഓറഞ്ച് നിങ്ങൾ എടുക്കുമ്പോൾ വീഡിയോയിൽ കാണുന്ന മോഡൽ ഓറഞ്ച് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തു. ഇനി ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ മുറിച്ച് വെച്ച ഓറഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനീഗറും 2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്ന് കുക്കർ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്നു. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകൾ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായി മുറിച്ചെടുക്കണം. 12 പച്ചമുളകാണ് ഞാനിതിലേക്ക് എടുത്തത്. മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചിയും 1 ഉണ്ട വെള്ളുള്ളിയും ചെറുതായി മുറിച്ചെടുത്തു. 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്തു. ഇനി ഇത് ഗോൾഡൻ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. അച്ചാറിനുള്ള ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ അല്ലാത്ത നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. ഇപ്പം ഇതിവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കണം. വെള്ളുള്ളിയും ഇഞ്ചിയും ഫ്രൈ ചെയ്തെടുത്ത് ബാക്കിയുള്ള ഈ ഓയിലും നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി വന്നതിലേക്ക് മുറിച്ച് വെച്ചിരുന്ന പച്ചമുളക് ചേർത്തു. ഇനി ഇത് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറിൽ റെഡിയായി വന്നു. ഇനി തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഓറഞ്ച് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പുളിക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായി തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് 1 സ്പൂണ് ചുക്കുപൊടിയും ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള കായപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ചിരുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വെള്ളുള്ളിയും ഇഞ്ചിയും ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിൽ മാറ്റി വെച്ചിരുന്നത് ഈ ടൈമിൽ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായി തിളപ്പിച്ചെടുക്കണം. ഓയിൽ ഇതിൽ ചേർക്കുന്ന വീഡിയോ മിസ്സായതുകൊണ്ട് എനിക്കിതിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാർ ഇവിടെ റെഡിയായി. അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈവനിങ് ടൈമിൽ അച്ചാർ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഈവനിങ് ടൈമിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ചു വരും. ആ ടൈമിൽ ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ ബോട്ടിലിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ച അച്ചാർ ചൂടാറി ഇതിൽ ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ
ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. എനിക്കിതിൽ ഉപ്പും പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വിനീഗറും ഉപ്പും നമുക്ക് ചേർക്കേണ്ടി വന്നാൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം ചേർക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ അച്ചാർ റെഡിയാക്കിയെടുത്ത് വെയിലിൽ ഉണക്കിയ ബോട്ടിലിൽ അച്ചാർ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം അച്ചാർ കേടാവാതെ സൂക്ഷിച്ചു വെക്കാം. ഇപ്പം നമ്മുടെ അച്ചാറെല്ലാം ഞാൻ ബോട്ടിലിലേക്ക് മാറ്റി. 4 ഓറഞ്ച് ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഇത് 1 കിലോ അച്ചാറാണുള്ളത്. സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു അച്ചാറാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.